നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് നിങ്ങൾ ഇതുപോലെ ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ് ഈ ഫോക്കസ് മോഡ്, അതിൻ്റെ ഉപയോഗം എന്താണ്, എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗം നമ്മുടെ ജോലിയെയും പഠനത്തെയും നമ്മുടെ സ്വകാര്യ ജീവിതത്തെയും ഒക്കെ ബാധിക്കാറുണ്ട്. പഠിക്കുന്ന സമയത്തായാലും നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തായാലും കുടുംബമൊത്ത് നിന്ന് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മൊബൈൽ ഫോണിൽ ഞോണ്ടിക്കൊണ്ടേയിരിക്കും. ഇൻസ്റ്റാഗ്രാം തുറക്കും, ഫേസ്ബുക്ക് തുറക്കും, വാട്സപ്പ് തുറക്കും, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതെ നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെ അഡിക്റ്റഡ് ആയിപ്പോകും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോക്കസ് മോഡ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, എൻ്റെ വാട്സപ്പ് വൈറ്റ് നിറത്തിലാണുള്ളത്. അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും ഫോക്കസ് മോഡിലാണ് ഉള്ളത് എന്നുള്ളത്. ഇതുപോലെ ഫേസ്ബുക്കിനെയും വാട്സപ്പിനെയും ഇൻസ്റ്റഗ്രാമിനെയും പോലെയുള്ള നമ്മുടെ സമയം കളയുന്ന ഒട്ടുമിക്ക ആപ്ലിക്കേഷനും നമുക്ക് ഈ ഫോക്കസ് മോഡിനകത്ത് ഇടാൻ സാധിക്കും. അതുകൊണ്ടുള്ള പ്രയോജനം, നമ്മൾ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം ആപ്ലിക്കേഷനിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ അറിയില്ല. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും കാരണവശാൽ ഞാനൊന്ന് യൂട്യൂബ് തുറക്കട്ടെ, ഫേസ്ബുക്ക് തുറക്കട്ടെ എന്ന് വെച്ച് തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതുപോലെ അത് ഫോക്കസ് മോഡിലാണെന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് തന്നെ നമ്മളെ നിയന്ത്രിച്ച് നമ്മുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഫോക്കസ് മോഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ ക്വിക്ക് സെറ്റിംഗ്സ് ഉണ്ടല്ലോ, ക്വിക്ക് സെറ്റിംഗ്സിനകത്ത് ഫോക്കസ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത പേജിലോ അതിൻ്റെ അടുത്ത പേജിലോ ആയിട്ട് ഫോക്കസ് മോഡ് ഉണ്ടാകും. ഇവിടെ ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്വിക്ക് സെറ്റിംഗ്സിൻ്റെ എഡിറ്റ് ഓപ്ഷൻ ഇല്ലേ, അതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ട ഓപ്ഷനിൽ എന്തായാലും ഫോക്കസ് മോഡ് ഉണ്ടാകും. എല്ലാ മൊബൈൽ ഫോണിലും ഈ ഫോക്കസ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഞാൻ ഈ ഫോക്കസ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് കാണാം, എൻ്റെ ഫോണിലെ ഒട്ടുമിക്ക ആപ്ലിക്കേഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അഡീഷണലായിട്ട് 134 ആപ്സ് കൂടി താഴോട്ടുണ്ട്. അതൊക്കെ നോട്ടിഫിക്കേഷൻ മാത്രം വരുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ്. നമ്മൾ അഡിക്റ്റഡ് ആകുന്ന പ്രധാനപ്പെട്ടതൊക്കെ ആദ്യം കാണിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടൊക്കെ നമ്മളത് ഓപ്പൺ ചെയ്ത് അഡിക്റ്റഡ് ആയിപ്പോയില്ല. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് എന്തെങ്കിലും ആരെങ്കിലും കമൻറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കും, പിന്നെ ഫേസ്ബുക്കിൽ തന്നെ ആയിപ്പോവും. അത്തരം ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ 3 സെലക്ട് ചെയ്തിട്ടുണ്ട്: ഫേസ്ബുക്ക്, യൂട്യൂബ്, അതുപോലെ തന്നെ വാട്സപ്പ്. ഇനി മുകളിലായി സെറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം 9 മണി മുതൽ 5 മണി വരെയാണ് ഇത് ഷെഡ്യൂൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അതുപോലെ തന്നെ മൺഡേ ടു ഫ്രൈഡേ ആണുള്ളത്. ഇനി സാറ്റർഡേയും സൺഡേയും ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇനി സമയം പ്രധാനം, നിങ്ങൾക്ക് എത്ര മണി മുതൽ എത്ര മണി വരെ ഇത് വേണമെന്ന്. എന്നിട്ട് ജസ്റ്റ് ഇത് സെറ്റ് കൊടുക്കാം. സമയം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ 3 ആപ്ലിക്കേഷനാണ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടുന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ടേൺ ഓൺ നൗ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ വാട്സപ്പ് വൈറ്റ് നിറത്തിലായിട്ട്. അതായത് ഇനി എനിക്ക് വാട്സപ്പിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് തന്നെ ഞാൻ അറിയില്ല എന്താണ് ജോലി ചെയ്യുന്നത്. ആ ജോലി തന്നെ ഞാൻ തുടരും. വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോഴല്ലേ പ്രശ്നം, നമ്മൾ അതിലേക്ക് പോയി പോകുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കും അതുപോലെ തന്നെയാണ്, വൈറ്റ് നിറത്തിലായിട്ടുണ്ട്. എൻ്റെ യൂട്യൂബും അതുപോലെ ഇതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആപ്ലിക്കേഷനിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ആയിരിക്കും. ഇനി ഫോക്കസ് മോഡൊക്കെ കൊടുത്ത് ഇത്തരം ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് ഫോക്കസ് മോഡിലാണെന്നുള്ള നോട്ടിഫിക്കേഷൻ വരും. വേണമെങ്കിൽ 5 മിനിറ്റ് യൂസ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇത് ഈ ഫോക്കസ് മോഡിലേക്ക് തന്നെ പോകും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുമല്ലോ ഞാൻ നിയന്ത്രണത്തിലാണ്, ഇത് നിയന്ത്രിക്കേണ്ടതാണെന്ന രീതിയിൽ നമ്മൾ ഈ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവുന്നതല്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു കുറച്ച് സമയം ബ്രേക്ക് എടുക്കണമെങ്കിൽ ഇവിടെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5, 15, 30 മിനിറ്റ് നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് 5 മിനിറ്റ് കൊടുക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് കാണാം വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അത് ഫോക്കസ് മോഡിലേക്ക് പോകും. ഇതുകൊണ്ടൊക്കെ തന്നെ ഫോക്കസ് മോഡിൻ്റെ ടൈം 24 മണിക്കൂറും സെറ്റ് ചെയ്താലൊന്നും യാതൊരു കുഴപ്പമില്ല, നമുക്ക് ഏത് സമയത്തും നിയന്ത്രിക്കാമല്ലോ. ഇനി ഇത് റീസം ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ 5 മിനിറ്റത്തേക്ക് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് വേണ്ടെങ്കിൽ ഇതുപോലെ റീസം ചെയ്യാം. ഇനി പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആ ഫോക്കസ് മോഡ് അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഇതുകൊണ്ടൊക്കെ പ്രയോജനം ലഭിക്കണമെങ്കിൽ നമ്മൾ കൂടി കുറച്ച് നിയന്ത്രിക്കണം. അല്ലാതെ ഫോക്കസ് മോഡൊക്കെ സ്റ്റോപ്പ് ചെയ്ത് സകല ആപ്ലിക്കേഷനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. എങ്കിലും നമുക്കൊരു പരിധി വരെ നമ്മുടെ ജോലി തീർക്കണം, ഇത്തരം ആപ്ലിക്കേഷനൊന്നും ഉപയോഗിച്ചാൽ പറ്റില്ല എന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താനും നമ്മൾ തന്നെ കുറച്ച് നിയന്ത്രിക്കാനൊക്കെ തയ്യാറാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്കും ഗുഡ് ബൈ.